പാലക്കാട് മലമ്പുഴയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി. മലമ്പുഴ കവർ റോഡിലൂടെ ആനക്കൂട്ടം കടന്നു പോകുന്ന ദൃശ്യം മാതൃഭൂമി ന്യൂസ് ലഭിച്ചു. 5 ആനയും ഒരു കുട്ടിയും അടങ്ങുന്ന കൂട്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ഗോകുൽ VS ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ആദ്യം. ഗോകുൽ, ഇത്തരം ദൃശ്യങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിന് പുതുമയുള്ള ഒന്നല്ല. ജനവാസ മേഖലയ്ക്ക് സമീപത്താണോ ആന ഇറങ്ങിയത്? അപകടകരമായ സ്ഥിതി അവിടെ ഉണ്ടായോ? അതായത് ഈ കവ റൂട്ടിലാണ്, മലമ്പുഴയിൽ നിന്ന് കവയിലേക്ക് പോകുന്ന ഭാഗത്താണ് ഈ ആന കൂട്ടം ഇറങ്ങിയത്. ഇത് പ്രധാനമായും ഈ വേനൽക്കാലമാകുന്നതോടെ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തൊരു പ്രശ്നം വരുന്നതോടെ മലമ്പുഴ ഡാമിലെ റിസർവോയർ ഭാഗത്തേക്ക് ഇറങ്ങും. അവിടെ നിന്ന് ആവശ്യത്തിന് വെള്ളം കുടിച്ച ശേഷം തിരികെ കാട്ടിലേക്ക് മടങ്ങിപ്പോകും. ഇതിനിടയിൽ പലപ്പോഴും ഈ ആനക്കൂട്ടം കുറച്ചു നേരമെങ്കിലും ജനവാസ മേഖലയിൽ തമ്പടിക്കാറുണ്ട്. അങ്ങനെ തിരിച്ച് ആന ഈ കാട്ടിലേക്ക് കയറി പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്ന് പുലർച്ചെയാണ് ഇതുണ്ടായത്. ഏകദേശം ഒരു 6 മണി സമയത്ത് ഇത്തരത്തിൽ ആനക്കൂട്ടം, ഏകദേശം അതിൽ 5 വലിയ ആനയും ഒരു കുട്ടിയാനയും അടങ്ങുന്ന കൂട്ടമാണ് ഇങ്ങനെ കയറിപ്പോയത്. ഈ കയറിപ്പോകുന്നതിനിടയിൽ ഈ പ്രദേശത്ത് ചില ഭാഗങ്ങളിൽ, ഇത് ചേമ്പന ഭാഗമാണ്, ചേമ്പന ഭാഗത്ത് ഈ ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെ ചില വീടുകളുണ്ട്. ഈ വീടുകളുള്ള സ്ഥലത്ത് ഈ ആനക്കൂട്ടം തമ്പടിക്കും. അത് ഒരു പതിവാണ്. വേനൽക്കാലമായി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇങ്ങനെ പോകുന്ന ആനകളാണ്. ഇത് സാധാരണ വലിയ രീതിയിൽ മനുഷ്യനെ ആക്രമിക്കുകയോ പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല. ജനങ്ങൾ പടക്കം പൊട്ടിക്കുമ്പോഴൊക്കെ അത് കാട്ടിലേക്ക് കയറി പോവുകയാണ് പതിവ്. അല്ലെങ്കിൽ RRT സംഘം വന്ന് ഓടിക്കുമ്പോഴൊക്കെ കാട്ടിലേക്ക് തിരികെ കയറിപ്പോകും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാകാറില്ല. എങ്കിലും ആളുകളുടെ ഒരു ആശങ്ക, രാവിലെ എണീക്കുമ്പോൾ തന്നെ വീട്ടുമുറ്റത്ത് ഒരുപക്ഷെ ചേമ്പന ഭാഗത്തുള്ളവരൊക്കെ തന്നെ ആനയെ കാണുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അത് തിരിച്ച് കാട്ടിലേക്ക് തന്നെ കയറി പോവുകയും ചെയ്തു. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയ്ക്ക് സമീപത്തു കൂടിയാണ് കടന്നുപോയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. പാലക്കാട് മലമ്പുഴയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. റോഡിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു കുട്ടിയടങ്ങുന്ന അടക്കം 6 ആനകൾ, 5 ആനകളും ഒരു കുട്ടിയും ഉൾപ്പെടെയുള്ള സംഘമാണ് ജനവാസ മേഖലയ്ക്ക് സമീപത്തു കൂടി കടന്നുപോയത്.